പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 21 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് എത്ര ശ്രേഷ്ഠമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. അതിനായിട്ട് ആമേൻ സന്തോഷത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഴിഞ്ഞ പകൽക്കാലം ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ അപ്പൊ നന്ദിയോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ കൃപയായിരുന്നു നമ്മൾ ഉറങ്ങിയത്. നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ സ്വർഗത്തിലെ അപ്പ നമുക്ക് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഞാൻ കിടന്നുറങ്ങി കർത്താവിനെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, ആമേൻ, സമാധാനത്തോടെ സൂക്ഷിക്കുന്ന കർത്താവിന്, സ്വസ്ഥതയോടെ പരിപാലിക്കുന്ന ദൈവത്തിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞിട്ടെ. കർത്താവ് നല്ലവനാണ്. കർത്താവിന്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുക 99 സങ്കീർത്തനം, യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, കർത്താവ് കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. ഇന്ന് കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വാഴുമ്പോൾ നമുക്കെതിരായി നിൽക്കുന്നതെല്ലാം വിറയ്ക്കുവാൻ തുടങ്ങും. അവിടെ കരം ഉയർത്തി പറ, കർത്താവ് വാഴുന്നു. ഒരിക്കലൂടെ പറ, കർത്താവ് വാഴുന്നു. കർത്താവിന്റെ ജീവിതത്തിൽ വാഴുന്നു, കർത്താവിന്റെ കുടുംബത്തിൽ വാഴുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്റെ ദേശത്ത് വാഴുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് എന്റെ സകലത്തിലും കർത്താവ് വാഴുന്നു എന്ന് ഉറക്കിയൊന്ന് പറഞ്ഞാണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അതിന്റെ 3-ാമത്തെ വാക്യം പറയാം, കർത്താവ് പരിശുദ്ധൻ എന്നിങ്ങനെ അവർ കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. അമ്മ ഇന്ന് പ്രഭാതി വിളിച്ചു പറഞ്ഞ് എന്റെ കർത്താവ് പരിശുദ്ധന, എന്റെ കർത്താവ് പരിശുദ്ധന, എന്റെ കർത്താവ് പരിശുദ്ധന. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കും. തന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്തെല്ലാം കർത്താവിന്റെ പ്രത്യേക കരുതലുണ്ടാകണം, ദൈവിക പ്രത്യേക സംരക്ഷണം ഇന്ന് പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങളെല്ലാത്തിലും അനുഭവിപ്പാൻ കർത്താവെ അങ്ങിട വരുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിന്റെ അവസ്ഥകളും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പരിപൂർണ സൗഖ്യം തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശരീരത്തിന്റെ വേദന ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിനകത്തുള്ള അലർജികൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവിയുടെ ബുദ്ധിമുട്ടുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്പീച്ച് ഡിലേ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു തുടങ്ങട്ടെ. സംസാരശേഷി ആയിട്ടില്ല, സംസാരിക്കേണ്ട പ്രായമായിട്ടും സംസാരിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ബ്ലഡ് സർക്കുലേഷൻസും നോർമലായി നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്ലഡ് സർക്കുലേഷൻസ് നോർമലാകട്ടെ. ആന്തരിക അവയവങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥതയും ആരോഗ്യവും കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവസ്ഥകളെ മാറ്റുന്ന ദൈവം ഇന്ന് പകൽക്കാലം വേഗത്തിലൂടുന്ന തിരുവചനമായി ചില അവരുടെ അവസ്ഥകളെ മാറ്റിക്കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിക്കണം. എല്ലായിടത്തും വലിയ മഹിമ വെളിപ്പെടണം, വലിയ ദൈവശക്തി വ്യാപരിക്കണം, അസാധാരണ ദൈവകൃപ എല്ലായിടത്തും വ്യാപരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആമേൻ. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാനൊരു നിയോഗമായി ഇന്ന് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ന്റെ 24 മുതൽ ഏകദേശം 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പോവുക. നിങ്ങൾ ഓരോ വാക്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിലായതോടുകൂടെ നമ്മൾ ധരിച്ചിരിക്കുന്നത് പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യനെ. അതായത് നമ്മുടെ ഉടുപ്പ് ഊരി മാറ്റി പുതിയ ഒരു ഉടുപ്പ്, വസ്ത്രം മാറി പുതിയ വസ്ത്രം ഇട്ടിരിക്കുന്നത് പോലെ നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുക. ഇനി ആ പുതിയ മനുഷ്യന്റെ പ്രത്യേകതയാണ് താഴോട്ട് പറയുന്നത്. എന്താണ് നമ്മൾ ധരിച്ചിരിക്കുന്ന പുതിയ മനുഷ്യന്റെ പ്രത്യേകത? ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പം ഭോഷ്ക് ഉപേക്ഷിച്ചിട്ട് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് എന്ത് സംസാരിക്കണം? സത്യം മാത്രമേ പറയാൻ പറ്റൂ. കാരണം നമ്മൾ തമ്മിൽ എന്താണ്? അവയവങ്ങൾ. നമ്മുടെ കൂടെ നമ്മൾ എന്തുകൊണ്ടാണ് കർത്തൃമേശ പറഞ്ഞു? ഒരപ്പത്തിന്റെ അംശികൾ, എല്ലാവരും ഒരു ശരീരത്തിന്റെ അംശികൾ. അതായത് ഒരേ ശരീരത്തിന്റെ വ്യത്യസ്തമായ അവയവങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് എന്ത് പറയാൻ പാടില്ല? ഭോഷ്ക് പറയാൻ പാടില്ല. അടുത്തത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചു. അപ്പൊ പുതിയ മനുഷ്യനായി കഴിഞ്ഞാൽ കോപിക്കാൻ പാടില്ല. ഇൻ കേസ് ഒരു കോപം ഉണ്ടായാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റായി ശബ്ദം, ദേഷ്യം, വായിൽ നിന്ന് വരുന്ന വാക്ക്, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കോപിച്ചാൽ എന്തുണ്ടാകരുത്? പാപം ചെയ്യരുത്, അനാവശ്യമായ വാക്കുകൾ വിളിച്ചു പറയരുത്. എന്നിട്ട് പറയുക, ഇൻ കേസ് കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ, എന്ന് വെച്ചാൽ ആരോടെങ്കിലും ഒരു വിദ്വേഷമോ പകയോ തോന്നിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, വൈകിട്ട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നതിന് മുമ്പ് അത് അവരോട് പറഞ്ഞു തീർത്ത് അതിനകത്തുനിന്ന് പുറത്തു വരണം. അടുത്തത്, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ കോപം വെച്ചുകൊണ്ട് രാത്രിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പിശാചിന് പ്രവർത്തിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിശാചിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ എന്തുണ്ട്? തമ്മിൽ കോപത്തോടു കൂടി ഇരിക്കില്ല. ഭാര്യയും ഭർത്താവും ആണെങ്കിലും അപ്പനും മക്കളുമാണെങ്കിലും മാതാപിതാക്കളൊക്കെ ആരൊക്കെ തമ്മിലാണെങ്കിലും കോപമുണ്ടോ, ആരോടെങ്കിലും വിദ്വേഷമോ പകയോ പകൽക്കാലം തോന്നിയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അത് നിരപ്പായിട്ട് വേണം കിടക്കാൻ. അടുത്തത്, കള്ളൻ ഇനി കൽക്കാതെ. അപ്പം ഈ വീണ്ടും ജന്മം പ്രാപിക്കുന്നതിന് മുമ്പ് കള്ളനായിരുന്നെങ്കിൽ ഇനി എന്നാ ചെയ്യണം? കക്കരുത്. വീണ്ടും രക്ഷിക്കപ്പെട്ടതിന് ശേഷം പഴയ പണിക്ക് പോകരുത്. കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യണം, ഇല്ലാത്തവന് കൊടുക്കുവാൻ തക്കവണ്ണം അത് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിച്ചോണം. അപ്പം ഇനി മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക വിധത്തിൽ നല്ലത് പ്രവർത്തിച്ച് എന്ത് ചെയ്യണം? അവൻ കൊടുക്കുക, മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുക. അതാണ് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് വായിൽ നിന്ന് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പം ഓരോ ഭാഗങ്ങളും, ഒന്ന് പറഞ്ഞ് ഭോഷ്ക് പറയരുത്, 2 പറഞ്ഞ് കോപിച്ചാൽ പാപം ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്, പിന്നെ പഴയ ദോഷകരമായ എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ അതൊക്കെ നിർത്തി ഇനി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രവൃത്തികൾ, നല്ലത് ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെടരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണമെന്ന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും എന്ത് ചെയ്യരുത്? നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അവനാരല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പുതിയ മനുഷ്യനെ ആയിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ വേണം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ. ഇനി 31-ാമത്തെ വാക്യം, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആമേൻ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഈ കർത്തൃ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, അന്യോന്യം ക്ഷമിക്കണം. നിങ്ങളുടെ മരുമകളോട് ക്ഷമിച്ചാട്ടെ, നിങ്ങളുടെ അമ്മായിയമ്മയോട് ക്ഷമിച്ചാട്ടെ, നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് ക്ഷമിച്ചാട്ടെ, അയൽവാസിയോട് ക്ഷമിച്ചാട്ടെ. ഈ കർത്തൃ ദിവസമല്ലേ, ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ബോധ്യത്തോടെ, ഞാൻ പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നു, ഇനി ഞാൻ പുതിയ ജീവിതം നയിക്കുവാനുള്ള വ്യക്തിയാണ്. പഴയ സ്വഭാവം എന്നിൽ നിന്ന് മാറി, പഴയ ചിന്തകൾ എന്നിൽ നിന്ന് മാറി, പഴയ താല്പര്യങ്ങൾ എന്നിൽ നിന്ന് മാറി പുതിയ സ്വഭാവമുള്ള വ്യക്തിയായി ജീവിക്കണം. അത് കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നു. അവിടെയാണ് കിങ്ഡത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുള്ളൂ. കിങ്ഡത്തിന്റെ സിസ്റ്റത്തിനനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ കിങ്ഡം ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, ആ കിങ്ഡം ബ്ലെസ്സിങ്സ് എൻജോയ് ചെയ്യണോ?
കിങ്ഡം സിസ്റ്റത്തിൽ ജീവിക്കുക. ഈ വാക്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായം ഈ പറഞ്ഞ വാക്യങ്ങൾ 24 മുതലുള്ള വാക്യങ്ങൾ ഒരു കുറേ പ്രാവശ്യം വായിച്ചിട്ട് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.